ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പവർ ഇലക്ട്രോടെക്കി. നമുക്ക് റീസ്റ്റോറേഷൻ കിട്ടിയിരിക്കുന്ന ഈ ഐബലിന്റെ റേഡിയോ ആണ്. ഐബലിന്റെ 3 ബാൻഡ് റേഡിയോ ആണ്. നമ്മുടെ കിട്ടുമ്പോൾ ഈ അവസ്ഥയിലാണ്, നിറച്ച് പൊടിയും ചെളിയൊക്കെ ആയിട്ട്. പിന്നെ ഇതിന്റെ ഡയലിന്റെ മുകളിൽ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്, സ്ക്രാച്ച്. പിന്നെ ഇതിന്റെ നോബിന്റെ മുകളിൽ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. ആ സ്ക്രാച്ചിലെ നമുക്ക് റിമൂവ് ചെയ്ത് പുതിയ റേഡിയോ പോലെ ആക്കാം. പിന്നെ നമുക്കിത് ആക്രിക്കടന്ന് വെറും 100 രൂപയ്ക്കാണ് കിട്ടിയത്. നമുക്ക് അതിന്റെ ബോഡി പാർട്സുകളൊന്നുമില്ല അഴിച്ച് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ PCBക്കകത്ത് എന്തെങ്കിലും കോമ്പോണൻസ് പോയിട്ടുണ്ടെങ്കിൽ ആ കോമ്പോണൻസ് എല്ലാം ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആരാ ആരാ ചോദിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ. ഓയ്, ആരാ? എന്തരാണ് അത്? ഇളവന്മാരേക്കുന്ന റേഡിയോ പിടിച്ചോണ്ടിരിക്കുന്നു. എടുത്ത് കളയണ്ണ അത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ റേഡിയോ ഉപയോഗിക്കും. കളയണ്ണ എടുത്ത്. ഞാൻ ഈ റോഡവരെ പോയപ്പോ അണ്ണനോട് റേഡിയോ പിടിച്ചോണ്ടിരുന്നപ്പോ കയറിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇന്ന് ആര് റേഡിയോ ഉപയോഗിക്കണം? അപ്പം അതൊക്കെ പല കിളവന്മാര് റേഡിയോ ഉപയോഗിക്കുന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ത് ഉപയോഗിക്കലുണ്ട? ഈ റേഡിയോ കിളവന്മാരെ ഉപയോഗിക്കുന്നത് എന്നോട് ആരാ പറഞ്ഞത്? ചെറുപ്പക്കാർക്ക് തന്നെ റേഡിയോ ഉപയോഗിച്ച് കൊള്ളുകയില്ല. എവിടുന്ന് വന്നോ താനൊക്കെ? അണ്ണനെ നോക്കട്ടെ, ദേഷ്യപ്പെടാതണ്ണ. ഞാൻ പൊക്കോളാം, ഞാൻ വന്നത് തന്നെ പൊക്കോളാം. എനിക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എടാ പോയാൻ പറഞ്ഞു, പൊക്കോ പൊക്കോ, ഇവിടെ നിൽക്കണ്ട, പൊക്കോ. എന്റെ പൊന്നു സുഹൃത്തെ പോ. എടാ പോവാനാ പറഞ്ഞത്, പോന്നില്ലേ? പോ പോ. പറഞ്ഞ മനസ്സിലാവൂലടാ. പിന്നെ എന്നാ ഞാൻ പൊക്കോളാം, പൊക്കോളാം പൊക്കോളാം, ഞാൻ പൊക്കോളാം. ഞാൻ തൊഴുവാ, തൊഴുവാ. ചെറുപ്പക്കാരാണ് റേഡിയോ ഉപയോഗിക്കുന്നത്, ചെറുപ്പക്കാരാ റേഡിയോ ഉപയോഗിക്കുന്നത്. കിളവന്മാർ ഉപയോഗിക്കുകയേ ഇല്ല. എന്റെ പൊന്നെണ്ണ, എന്റെ ശിവനെ. സമയം മുറ്റത്ത് കിടന്ന് വലിയ ബഹളം കേൾക്കാന്ന് കേട്ടോ. ആരാ മോനെ ഇവിടെ കിടന്ന് വടക്ക് പിടിക്കുന്നത്? എന്ത് പറയാനമ്മേ? ഒരുത്തം വീട്ടിൽ പറയുക കിളവന്മാർ റേഡിയോ ഉപയോഗിക്കുന്നു, ചെറുപ്പക്കാരെ റേഡിയോ ഉപയോഗിക്കുകയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും പോകുന്നില്ല. ഞാൻ പിന്നെ അടിച്ച് ഓടിച്ചു വിട്ടു, അല്ലൊരു രക്ഷയില്ല. ഈ റേഡിയോ കൈ കിട്ടിയപ്പോൾ തന്നെ എന്തോ എന്റെ ഉള്ളിൽ നിന്ന് കുലുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ബാറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ട്രാൻസ്ഫോമർ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അഴിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നത്. റേഡിയോ നിറയെ പൊടിയും ചെളിയൊക്കെയാണ്. അല്ലാതെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം. നിറയെ സ്ക്രാച്ചും ഉണ്ട്, ഫ്രണ്ട് മൊത്തം സ്ക്രാച്ചാണ്. സ്ക്രാച്ചിൽ നമുക്ക് റിമൂവ് ചെയ്ത് റേഡിയോ പുതിയതുപോലെ ആക്കണം. ഐബലിന്റെ ഈ മോഡൽ റേഡിയോ ഉപയോഗിച്ചവർ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് ഇടുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. റേഡിയോയുടെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി നമുക്കിത് വേർപെടുത്തിയെടുക്കാം. അഴിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. മറ്റേ വേട്ടാവളിയും കയറി കൂടെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്, അതെല്ലാം കുത്തി കളഞ്ഞ്. ഇതിന്റെ സ്ക്രൂ എല്ലാം തുരുമ്പാണ്. നമുക്കൊന്ന് WD-40 എന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു കിട്ടുന്നതാണ് WD-40 അടിച്ച. ഇനി ഇതിന്റെ ഉള്ളിലെ അവസ്ഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
ഭാഗ്യം, എല്ലാ സാധനവും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ബോർഡുണ്ട്, ട്രാൻസ്ഫോർമർ ഉണ്ട്. ചെറിയ കുഴപ്പം. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. കുറച്ച് വയറെല്ലാം വിട്ടു കിടപ്പുണ്ട്. ആരോ പണിതിട്ട് ഉപേക്ഷിച്ചതാണ് ചാൻസ്. കണ്ടോ, യെല്ലോ വയറെല്ലാം വിട്ടു കിടപ്പുണ്ട്. എന്നടാ പണി വെച്ചിருக்கு അറിവ് കേട്ട മുണ്ടം. ഇതിന്റെ ഓഡിയോ ഐ സിയിൽ പോയിട്ടുണ്ട്. SMD ടൈപ്പ് ഓഡിയോ ഐ സി ആയിരുന്നു. ഓഡിയോ ഐ സി പോയിട്ട് ആരോ എക്സ്ട്രാ ഒരു ഐ സി വെച്ച് കൊടുത്തതാണ്. ഓഡിയോ ഐ സി എക്സ്ട്രാ വെച്ച് കൊടുത്തതാണ്. ഇതിപ്പോ ത്രൂ ഹോൾ ഓഡിയോ ഐ സി ആണ് വെച്ചേക്കുന്നത്. ഇപ്പം അതിനകത്ത് SMD ടൈപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഐ സി പോയിട്ട് ആരോ റിപ്പയർ ചെയ്ത് വേറെ ഐ സി വെച്ച് കൊടുത്തതാണ്. അതിന്റെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. SMD ടൈപ്പ് ഐ സി കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഈ ത്രൂ ഹോൾ ഐ സി വെച്ച് കൊടുത്തതെന്ന്. ഇത് ഒരു തവണ കംപ്ലൈന്റ് ആയിട്ട് ആരോ ഐ സി മാറ്റിയിട്ട് കൊടുത്തു. അതാണ് ഈ കാണുന്നത്. ഈ അവസ്ഥ കണ്ടിട്ട് ഏതോ കുട്ടികൾ എടുത്ത് പണിതാണെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല, വയറെല്ലാം കണ്ടിച്ച് പറിച്ച് പിടിപ്പിച്ചിടുകയില്ല. ഏതോ പിള്ളേരെടുത്ത് പണിതതാ, അതിനാ ചാൻസ്. ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കാണിക്കുകയില്ല, ഈ വയറിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചിടുകയില്ല. എന്ത് കട്ട് ചെയ്ത് മുടിപ്പിച്ച് കളഞ്ഞാലും നമ്മൾ ശരിയാക്കി എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ട്രാൻസ്ഫോർമറിന്റെ വയറെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് ഒഴിവാക്കി. നമുക്ക് ട്രാൻസ്ഫോർമർ വേണ്ട, നമുക്ക് ട്രാൻസ്ഫോർമർ ഇല്ലാതെ നമുക്ക് റീചാർജബിൾ ആക്കി എടുക്കാം. ലിഥിയം ബാറ്ററി വെച്ച് സെറ്റാക്കാം. ഈ ട്രാൻസ്ഫോർമറിന്റെ ആവശ്യമില്ല. ഇനി ഇതിന്റെ കണക്ഷൻ ബില്ലും മാറ്റി കൊടുത്തിട്ട് IC എല്ലാം പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അതിനൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ട്രാൻസ്ഫോർമർ ഒന്ന് ചെക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്യാം, വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെയാണ്, ട്രാൻസ്ഫോർമർ ഓക്കെയാണ്. ഏതായാലും നമ്മൾ ട്രാൻസ്ഫോർമർ വെക്കുന്നില്ല. നിങ്ങൾ റേഡിയോ ഒക്കെ റീചാർജബിൾ ആക്കുന്നത് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം, എവിടെ കൊണ്ടുവേണമെങ്കിലും വെക്കാം. ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഓക്കെയാണ്, രണ്ടും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അതിന്റെ ട്രാൻസ്ഫോമറും ബോർഡും എല്ലാം അഴിച്ച് വേർപെടുത്തിയെടുക്കാം. ഇതിനകത്ത് ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം പിടിപ്പിച്ചിട്ടേക്കുവാണ്. നല്ല രീതിക്ക് ആരോ പണിയെടുത്തിട്ടുണ്ട്, ഏതോ പിള്ളേര് പണിയെടുത്തേക്കുന്നു. ടെക്നീഷ്യൻ അല്ല, ആയാലും ടെക്നീഷ്യൻ പറഞ്ഞ് കാണിക്കുകയല്ല, എല്ലാം പിടിപ്പിച്ച് പറിച്ചിട്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രൊട്ടക്ഷൻ ബോർഡൊന്നും ഇല്ല, BMS ബോർഡൊന്നും ഇല്ല.
ഞാൻ നോക്കിയിട്ട് ഇതിലുള്ള ലിഥിയം അയൺ ബാറ്ററി ഡയറക്റ്റ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് കൊടുത്തായിരിക്കും വർക്ക് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ ബോർഡ് വേണം, BMS ബോർഡ് വേണം. അല്ല ഒരിക്കലും വർക്ക് ചെയ്യിപ്പിക്കരുത്. BMS ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് ബാറ്ററി ഫുൾ ആകുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആവുകയും ബാറ്ററി ചാർജ് കുറയുമ്പോൾ കട്ട് ഓഫ് ആവുകയും ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നത് കമ്പനി ഒരിക്കലും ലിഥിയം അയൺ ബാറ്ററി ഒക്കെ പ്രൊട്ടക്ഷൻ ബോർഡിൽ അത് വെക്കുകയില്ല. ഒരുപക്ഷെ ഇത് കമ്പനി ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കും വെച്ചിരുന്നത്. അത് ചിലപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് ആരോ റിപ്പയർ ചെയ്ത് ലിഥിയം അയൺ ബാറ്ററി ഇതിനകത്ത് കയറ്റിയതാണ്. അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. ഇതായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി. പ്രൊട്ടക്ഷൻ ബോർഡ് ഇതിന്റെ മുകളിലില്ല. നോക്കി ഞാൻ ചില ബാറ്ററിക്ക് ലിഥിയം അയൺ ബാറ്ററിക്ക് മുകളിൽ പ്രൊട്ടക്ഷൻ ബോർഡ് വരും, ബാറ്ററിയുടെ മുകളിൽ തന്നെ. അതിനകത്ത് അതൊന്നും ഇല്ല, പ്രൊട്ടക്ഷൻ ബോർഡ് ഒന്നും ഇല്ല. ഡയറക്റ്റ് കൊടുക്കുവാണ്ട് ചെയ്തത്. ഇതിന്റെ കേസിനകത്ത് നോക്കി അറിയാം, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പേസ് ആയിട്ടേക്കുന്നത്. കമ്പനി കൊടുത്ത ലെഡ് ആസിഡ് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് ആരോ ലിഥിയം അയൺ ബാറ്ററി ഇതിനകത്ത് കയറ്റിയതാണ്. ഇതിനകത്ത് സ്പീക്കർ 5 വാട്ട്സ് ആണ്, 8 ohms. ഇവിടെ നമുക്ക് അതിന്റെ വയറെല്ലാം പറിച്ചെടുത്ത് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കാം. റീസ്റ്റോറേഷൻ വീഡിയോ അങ്ങനെയാണല്ലോ, എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി പുതിയതുപോലെ ആക്കണ്ടേ. ഉള്ളിലെല്ലാം നിറച്ച് പൊടിയും അഴുക്കുമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള 100 കണക്കിന് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിന്റെ ആന്റിനെ ഒന്ന് ഊരിയെടുക്കാം, എയറിൽ ഊരിയെടുക്കാം. എയറിൽ ടൈറ്റ് ഒന്നും ഇല്ല, എല്ലാം ലൂസാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം. ആ പൊടിയും ചെളിയെല്ലാം ഒന്ന് പോട്ടെ. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുവാണ്, കുറച്ച് ലെങ്തി ആയി പോകും വീഡിയോ. നിങ്ങൾക്കറിയത്തില്ല, ഇങ്ങനെയുള്ള വീഡിയോസ് അധികം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല, പിന്നെ കാണാനുള്ള സുഖം പോകും. അതുകൊണ്ട് കഴുകുന്ന ഭാഗം കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുവാണ്. അല്ല ഇവിടെ കൊണ്ടൊന്നും തീരുവരുത്, കുറെ ദൈർഘ്യമുള്ള വീഡിയോ ആണത്. ഈ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് വൃത്തിയായി കിട്ടും. അതിന്റെ ഇടയിലെ പൊടിയെല്ലാം പോയി ക്ലീൻ ആയി കിട്ടും. ക്ലീനിങ്ങിനായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലിക്വിഡ് തന്നെയാണ്, ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷിന്റെ കമ്പനി ഒന്നും പറയുന്നില്ല, ആരെല്ലാം പറയും പെയ്ഡ് പ്രൊമോഷൻ ആന്ന് പറയും. അതുകൊണ്ട് കമ്പനി പറയുന്നില്ല. ഇത് ആക്രിക്കടയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ സാനിറ്റൈസർ ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. ഇത് കുറെ സമയം എടുത്താണ് ഇത് ക്ലീൻ ചെയ്തത്. ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്തു കാണും. ഇതിന്റെ ഫ്രണ്ട് പാനലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു തെങ്ങിന്റെ കീഴെയാണ് ഞാൻ ഇരിക്കുന്നത്. തെങ്ങി ചതിക്കുമല്ലെന്നൊക്കെയാ പറയുന്നത് കേൾക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല, കണ്ടറിയാം.
ഏതായാലും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വെയിൽ കൊള്ളിക്കാൻ വെക്കണം. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ നല്ലതാ. അങ്ങനെ നമ്മുടെ റേഡിയോയുടെ ബോഡി എല്ലാം സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാലേ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബ് ചെയ്ത് അതിന്റെ മുകളിലുള്ള സ്ക്രാച്ച് എല്ലാം റിമൂവ് ചെയ്ത് കളയണം. ഇങ്ങനെ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലുള്ള സ്ക്രാച്ച് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലേ എന്റെ മനസ്സിൽ തൃപ്തിയുള്ളൂ. അതാണ് ഞാൻ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോയിലും ഈ റബ്ബ് ചെയ്ത് കാണിക്കുന്നത്. റബ്ബിംഗ് കോമ്പൗണ്ട് ഒക്കെ വെച്ച് റബ്ബ് ചെയ്ത് സ്ക്രാച്ച് പൂർണ്ണമായിട്ട് ഞാൻ മാറ്റും. എത്ര കഴുകിയിട്ടും തൃപ്തി വരുന്നില്ല. പിന്നെയും പിന്നെയും കഴുകുന്നു. നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ സ്പീക്കറിന്റെ മുകളിലുള്ള പൊടിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം. ഇനി സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇനി അടുത്തതായി റബ്ബ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഏകദേശം നമ്മൾ 1.5 മണിക്കൂറോളം എടുത്തിട്ടാണ് റബ്ബ് ചെയ്ത് തീർത്തത്. ഇതിന്റെ ബോഡി പൂർണ്ണമായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് സ്ക്രാച്ച് എല്ലാം ഒഴിവാക്കുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ PCB ഒന്ന് ക്ലീൻ ചെയ്യാം. തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. PCയുടെ മുകളിൽ കൊറോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിന്റെ IC എല്ലാം പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാം കണക്ഷൻ ചെയ്ത് കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ പോയോ ഇല്ലയോ എന്ന്. ഏതായാലും നമുക്ക് നന്നായിട്ട് തന്നെ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാം PCB. ഈ റേഡിയോയിൽ മെമ്മറി കാർഡ് USB എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ബാറ്ററി ഷോർട്ടാണ്. ഇതിന് കടന്ന ബാറ്ററി ഷോർട്ടാണ്. കണ്ടില്ലേ, ബാറ്ററി ഷോർട്ടാണ്. ഈ ബാറ്ററി റെക്ടിഫയറിലേക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്.
അതാ ബാറ്ററി കംപ്ലൈന്റ് ആയത്. ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ BMS ബോർഡ് വെച്ചിരിക്കണം, നിർബന്ധമാണത്. വെച്ചില്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈന്റ് ആവും, ഓവർ ചാർജ് ആയി പോയിട്ട് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇപ്പൊ ഞാൻ ഇവിടെ BMS ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും BMS ബോർഡാണിത്. അല്ലെങ്കിൽ ബാറ്ററി കണക്ഷൻ ചെയ്യുവാണ്. 18650 സെല്ലാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെല്ലാണിത്. 150 രൂപയുടെ സെല്ലാണിത്. ഈ BMS ബോർഡിൽ നിന്നുള്ള LED ഇൻഡിക്കേഷൻ നേരെ റേഡിയോയുടെ ബോർഡിലേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ്. BMS ഒക്കെ സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, ഷോർട്ട് ആകാൻ പാടില്ല. ഷോർട്ടായി പോയാൽ തന്നെ BMS കംപ്ലൈന്റ് ആകുന്നതാണ്. BMSലേക്കുള്ള കണക്ഷൻസ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ സോൾഡറിങ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. IC-യിലേക്കുള്ള ഇൻപുട്ടിന്റെ വയറാണ് സോൾഡറിങ് കൊടുത്തത്, യെല്ലോ വയർ. ഇനി നമുക്ക് ഏരിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഏരില് WD-40 അടിച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയി പോകും. ലിഥിയം അയൺ ബാറ്ററി പുറകുവശത്താണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ലെഡ് ആസിഡ് ബാറ്ററിയാണ് കമ്പനി അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. അതിനുള്ള ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലെഡ് ആസിഡ് ബാറ്ററി അത് ഉപയോഗിച്ചപ്പോൾ കംപ്ലൈന്റ് ആയിട്ടായിരിക്കും ഒരു ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചത്. പക്ഷെ അവര് BMS ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു. ഇനി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് BMS ബോർഡ് ഒന്ന് കവർ ചെയ്യാം. ഈ ഇൻസുലേഷൻ ടേപ്പിനേക്കാൾ നല്ല റബ്ബറിന്റെ സ്ലീവ് കിട്ടും. ആ സ്ലീവ് വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സ്ലീവ് ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത്. ഇനി ഏരിയലിന്റെ കണക്ഷൻ കൊടുക്കാം. ഇനി അതിന്റെ PCB എല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം.
ഇതിന്റെ ഓഡിയോ ഐസി ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിരുന്ന ബോഡിയിലേക്ക് വെക്കുവാണ്. ഈ ഗ്ലൂ ഗൺ ഞാൻ വാങ്ങിയത് 2014 അത്രയും പഴക്കമുണ്ട്. ഇതുവരെയായിട്ടും കംപ്ലൈന്റ് ഒന്നും ഇല്ല. നമുക്ക് സ്പീക്കർ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. നമ്മുടെ റേഡിയോയുടെ പണി ഏകദേശം കഴിയാനായി. ഇനി സ്ക്രൂ എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുക. നമ്മുടെ ജംഗ്ഷൻ വരെയല്ലേ, സാരില്ല. അപകടം എപ്പോൾ വേണമെങ്കിലും വരാം. സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും തീർച്ചയായും ധരിക്കൂ. നമുക്ക് റോഡ് സെൻസോട് കൂടി യാത്ര ചെയ്യാം. റോഡ് സേഫ്റ്റി അവയർനെസ് ഇനിഷ്യേറ്റീവ് ബൈ ആസ്റ്റമംസ് കണ്ണൂർ. ജീവിക്കാൻ കൊതിയുള്ളവരെ കൊല്ലുക. റഹ്മാൻ, ഭാവന തുടങ്ങിയവർ. ഭാവനയുടെ 90ാമത് ചിത്രം അനോമി ഇന്നു മുതൽ തിയേറ്ററുകളിൽ. ഇന്നലെ കണ്ടു. മുഖ്യമന്ത്രി എന്നോട് ഇപ്പൊ ആളുകൾക്ക് പറയാനുള്ളത് നേരെ പറയാം, മറുപടിയും കിട്ടും. അതെ, വെറുതെ പരാതി പറഞ്ഞു തീരുന്ന കാര്യമല്ല. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം ഒക്കെ അപ്പൊ ജനങ്ങൾ തന്നെ പങ്കാളികള്. എനിക്കിഷ്ടപ്പെട്ട എന്താണെന്നറിയോ, പരാതികൾക്ക് വേഗത്തിൽ മറുപടി കിട്ടുന്നുണ്ട്. അടിയന്തര ഘട്ടമായാലേ സഹായം ഒറ്റക്കെട്ടായിട്ടെത്തും. അതാണ് ആടാ, ശരിക്കും സുതാര്യം ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കാനല്ല. അതെ, മുഖ്യമന്ത്രി എന്നോടൊപ്പം. ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റേഡിയോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് റേഡിയോയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒരു കമൻ്റ് ഇടുക, ഒരു ലൈക്കും കൂടെ കൊടുത്തേക്ക്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ ഒരു ലൈക്ക് കൊടുത്തുകൊണ്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ജീവിച്ചു പോക്കോട്ടെ പാവം ചങ്ങായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ അംഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കൂടെ കൂടുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.